ഇടക്കൊച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനും കേന്ദ്രത്തിന്റെ പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയില്ല. ഇടക്കൊച്ചിയിലെ സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പേരിൽ കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിച്ചതിന് കനത്ത പിഴ ഈടാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയറാം രമേശ് ആവശ്യപ്പെട്ടു. എന്നാൽ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് KCA പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ചിട്ടില്ലെന്ന് സെക്രട്ടറി TC മാത്യു പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രിയെ കാണുമെന്നും KCA സെക്രട്ടറി അറിയിച്ചു. കേരളത്തിന് സ്വന്തം IPL ടീം ഉണ്ടായ സ്ഥിതിക്ക് രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം ആവശ്യമാണെന്ന് മന്ത്രി K ബാബുവും ശശി തരൂർ MPയും ചൂണ്ടിക്കാട്ടി. പക്ഷേ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇടക്കൊച്ചി സ്റ്റേഡിയത്തെക്കുറിച്ചും ജലവൈദ്യുതി പദ്ധതികളെക്കുറിച്ചും നിലപാട് വ്യക്തമാക്കിയ ജയറാം രമേശ് ഉറച്ചു തന്നെയായിരുന്നു. The cricket stadium is a closed chapter. The current location of the Cochin Cricket Stadium is simply not permissible under CRZ 2011. എന്നാൽ ഇടക്കൊച്ചിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കാൻ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി തേടിയിട്ടില്ലെന്ന് KCA സെക്രട്ടറി TC മാത്യു പറഞ്ഞു. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി സ്റ്റേഡിയം നിർമ്മിക്കാൻ അനുമതി നൽകില്ലെന്ന് പറയുന്നത്. സ്റ്റേഡിയത്തിനായി കണ്ടെത്തിയ സ്ഥലം കൃഷിഭൂമിയായിരുന്നു. ഇത് തീരദേശ സംരക്ഷണ മേഖല 1ന്റെ പരിധിയിൽ വരില്ല. ഏതാനും കംപ്ലൈന്റ്സ് മിനിസ്ട്രി ഓഫ് എൻവയറൺമെന്റ് ആൻഡ് ഫോറസ്റ്റിൽ പോയതിനു ശേഷം അവരൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിന്റെ ബേസിലുള്ള റിപ്പോർട്ട് മാത്രമാണ് മിനിസ്ട്രിയിലുള്ളൂ. 2005 വരെ പ്രദേശത്ത് കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നില്ലെന്ന് അക്കാലത്തെ റംസാർ മാപ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിന് മാർഗം തേടി മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്നും TC മാത്യു മനോരമ ന്യൂസിനോട് പറഞ്ഞു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.